ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇതാണ് കേട്ടോ എൻ്റെ ഏടത്തിയമ്മ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്നത്തെ പരിപാടി ഒപ്പിക്കാൻ പോണത്. വേറെ ഒന്നല്ല, ഞങ്ങൾ ഇന്ന് കടയിൽ പോയപ്പം ഈ ഒരു പാക്കറ്റിൽ വിത്ത് കണ്ടില്ലേ, അതൊരു വെണ്ടയ്ക്കേൻ്റെ വിത്താണ് കേട്ടോ. അത് 20 രൂപയ്ക്കാണ് ആയത്. അപ്പോൾ അതെന്താ നട്ടോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. എന്നാൽ പിന്നെ ഇത് നട്ടോക്കാന്ന് തന്നെ വിചാരിച്ചു. ഈ കാണുന്ന ഒരു കറുത്ത പാത്രത്തിലാട്ടോ നടാൻ പോണത്. ഒന്നാമത്തെ കാര്യം, എനിക്കും ഏടത്തിയമ്മയ്ക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്നാലും ഞങ്ങൾ കുറേ നാളായി പറയണു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് നോക്കാന്നൊക്കെ പറയണു കേട്ടോ. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ ഇന്ന് അങ്ങനെ വാങ്ങും ചെയ്തു. അപ്പം അതിൻ്റെ പണിയോള് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടോ, അത് വാഴൻ്റെ കൂമ്പ് പോലുള്ളൊരു ചെടി കേട്ടോ. ഇത് എന്ത് ചെടിയാണെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇല കാണാനും വാഴയുടെ പോലെയാണ്, അതിൻ്റെ പൂവായാലും അതെ. പിന്നെ അതിൻ്റെ മറ്റേ കായും നമ്മുടെ ഈ പഴം പച്ചക്കായ ഉണ്ടാവില്ല, അതിൻ്റെ പോലൊക്കെ ഇട്ടത് എന്ത് ചെടിയാണെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചാൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എന്നിട്ട് ഞങ്ങൾ എന്താ നടാനുള്ള പുറപ്പാടൊക്കെ നോക്കി. രണ്ടുപേർക്കൊന്നും അറിയില്ല, എന്നാലും ഞങ്ങൾ വരുമില്ല എന്നൊക്കെ അറിയാം. കുറച്ച് വിത്താട്ടോ എടുത്തുള്ളൂ, കാരണം ഇനിയിപ്പോൾ അത് വന്നിട്ടില്ല, നേരെ ആയിട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ മണ്ണൊക്കെ നിറച്ച് ഏടത്തിയമ്മ കേട്ടോ കിളച്ച് മണ്ണൊക്കെ എടുത്ത ആൾ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്ത് അതിലേക്ക് വിത്ത് ഇങ്ങനെ നടാൻ പോവുകയാണ്. നമുക്ക് ഇനി ഇതിലേക്ക് ഇടാം. ഉള്ളിലൊരു കുണ്ടുത്തിട്ടുണ്ട്, കുണ്ടുത്തിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ അല്ലാണ്ട് ഉണ്ടാക്കണ്ട കേട്ടോ. കുട്ടി മുളച്ച് വരണമെന്നില്ല. ഇത് മതിയില്ലേ? സംഭവം ഞങ്ങൾക്ക് ഒരു ഐഡിയ അറിയാത്തതിൻ്റെ എന്തൊക്കെയോ ഞങ്ങൾ പറഞ്ഞ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വിത്ത് മുളച്ച് ഇത് വെണ്ടക്കായ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി കാണാം കേട്ടോ. അല്ലെങ്കിൽ കാണില്ല കേട്ടോ. ഇതിൽ വന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ വിത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ പൂവാന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഓടി വരുന്നുണ്ട് കേട്ടോ. പൂവാന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് അതിൽ വരും കേട്ടോ ആൾ. ഇന്നല്ല കടയിൽ പോകാമെന്ന് വെച്ചാൽ മിഠായിയൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് പകുതി ഒന്നും മനസ്സിലാവണില്ല. എന്താ വെച്ചാൽ നായ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ വലിയ മൂടില്ല കേട്ടോ എന്നാൾക്ക്. അങ്ങനെ ഞാനും ഏടത്തിയമ്മയും പളുങ്കും കൂടിയിട്ട് കടയിലൊക്കെ പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. അപ്പോഴേക്കും അമ്മ മിഠായി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ആ മിഠായി കൊണ്ടു തന്നത് കണ്ടിട്ടാണ് പളുങ്ക് ഓടി വരുന്നത് കേട്ടോ. മുപ്പത്തിരിക്ക് ആ മിഠായി വേണം പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഉമ്മ തന്നാൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്, മിഠായിയുടെ കാര്യമില്ലേ, ഉമ്മൊക്കെ വേഗം തന്ന് മിഠായി വാങ്ങിയിട്ട് ആൾ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ വെച്ചു, ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം പിന്നെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.